മലയാള നോവൽ സാഹിത്യത്തിന്റെ അരുണോദയം ഇന്ദുലേഖയിലാണ്. 1889 ജൂൺ 11 എഴുതി തുടങ്ങുകയും ഓഗസ്റ്റ് 17 എഴുതി അവസാനിപ്പിക്കുകയും ചെയ്ത ഈ വലിയ നോവൽ ദൈർഘ്യം കൊണ്ട് മാത്രമല്ല ആ വിശേഷണം അർഹിക്കുന്നത്. ഇന്ദുലേഖയുടെ മഹത്വം മനസ്സിലാക്കുവാൻ അന്നത്തെ സാഹിത്യ ലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം അറിയണം. സാഹിത്യം എന്നാൽ കവിതയെന്നും കവിത എന്നാൽ സംസ്കൃത വൃത്തത്തിൽപ്പെട്ട ശ്ലോകങ്ങൾ എന്നുമായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പാരമ്പര്യവും ആഭിജാത്യവും സാഹിത്യ സൃഷ്ടിയിലേക്കുള്ള രാജപാതകൾ തന്നെയായിരുന്ന കാലം. ഇങ്ങനെ ഒരു മണ്ഡലത്തിലേക്കാണ് പ്രത്യേകിച്ച് ഒരു സാഹിത്യ പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഒരു വ്യക്തി കടന്നുവരുന്നതും പരിവർത്തനത്തിന്റെ അരുണോദയം കുറിക്കുന്നതും. ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന ഓ ചന്തുമേനോൻ താൻ ജീവിക്കുന്ന കാലത്തിൽ ആഴത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് ബഹുദൂരം മുന്നോട്ട് കാണുവാൻ ആകുക എന്ന സിദ്ധി ഈ മനുഷ്യന് സ്വായത്തമായിരുന്നു. ആ ദർശനത്തിന്റെ ചടുലതയും വ്യാപ്തിയും ഇന്ന് ഈ പഴയ നോവൽ വായിക്കുമ്പോൾ നമ്മെ അമ്പരപ്പിക്കുന്നു. കാലത്തിനു മുന്നേ കണ്ട ആ ദർശനങ്ങളിലൂടെയാണ് ഇന്നത്തെ സാഹിത്യ ദർശനം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സമകാലിക സമൂഹത്തിൽ നിന്നു തന്നെ ഓ ചന്തുമേനോൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലിന്റെ കഥാബീജം കണ്ടെത്തി. ജീർണിച്ച ജനവ്യവസ്ഥിതിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന തറവാട്ടുകാരണവരാണ് പഞ്ചുമേനോൻ. കഥാനായികയായ ഇന്ദുലേഖ ഇദ്ദേഹത്തിന്റെ പ്രിയ പൗത്രിയാണ്. പഞ്ചുമേനോൻ അഭിമാനിയാണ്, ആശ്രിത വത്സലനും ശുദ്ധനും ദയാനിധിയുമാണ്. പക്ഷേ കാലഹരണപ്പെട്ട മാടമ്പത്വവും പ്രായാധിക്യവും ചേർത്ത് ഇദ്ദേഹത്തെ ക്രോധശീലനാക്കിയിരിക്കുന്നു. തന്റെ മനോഭാവത്തിന് വിരുദ്ധമായി ആരെങ്കിലും ചിന്തിക്കുന്നത് പോലും ആ വൃദ്ധന് സഹിക്കുകയില്ല. തറവാട്ടിലെ അംഗവും വിദ്യാസമ്പന്നനും വക്കീലുമൊക്കെയായ മാധവൻ പഞ്ചുമേനോന്റെ ഇംഗിതം മാനിക്കാതെ ചിന്നൻ എന്ന കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായി മദുരാശിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനുസരണക്കേട് കാട്ടിയ മാധവന് തന്റെ കൊച്ചുമകളെ ഭാര്യയായി കൊടുക്കില്ലെന്ന് പഞ്ചുമേനോൻ ശപഥം ചെയ്തു. അവരുടെ ഗാഢമായ ബന്ധം തകർത്തുകൊണ്ടാണ് കാരണവർ പ്രതികാരഭാവം പൂർണ്ണമാക്കിയത്. ശപഥം കഴിഞ്ഞ ഉടനെ വ്യസനവും തുടങ്ങുന്നു. ഇന്ദുലേഖ വേദനിക്കാതിരിക്കാൻ ആ ഹൃദയം ഒരു വഴി കണ്ടെത്തി. സജാതീയനായ ഒരു പുരുഷൻ എത്ര കേമനായിരുന്നാലും ഒരു നമ്പൂതിരിയെ ബാന്ധവത്തിന് ലഭിച്ചാൽ സന്തോഷപൂർണമാകുന്ന സ്ത്രീ ഹൃദയത്തിന്റെ സാമാന്യ ഗതിക്കൊത്ത് സൂരി നമ്പൂതിരിപ്പാടിനെ ഇന്ദുലേഖയ്ക്ക് വേണ്ടി ക്ഷണിച്ചു വരുത്തുന്നു. നമ്പൂതിരിപ്പാട് വിഡ്ഢിയും വിഷയ ലംബടനുമാണ്. ഇന്ദുലേഖയിൽ ഭ്രമിച്ച് വശായ അയാൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കാലഹരണപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതികൾക്കെതിരെ ചന്തുമേനോൻ ചൊരിയുന്ന പരിഹാസത്തിന്റെ ശരമാരിയാണ്. കോപാന്തനാണെങ്കിലും അതിനെ വെല്ലുന്ന വാത്സല്യ അതിരേകം പഞ്ചുമേനോന്റെ വ്യക്തിത്വത്തെ പ്രകാശപൂർണമാക്കുന്ന സ്വർണ്ണ നൂലാണ്. ഇതിവൃത്തത്തിന്റെ നിർവഹണ സന്ധ്യയിൽ അത് എത്രയും തേജോമയമായിത്തീരുന്നു. ഇന്ദുലേഖ രോഗാതുരയായതറിഞ്ഞ് അദ്ദേഹം ദുഃഖിതനാകുന്നു. രോഗാവസ്ഥയ്ക്ക് കാരണം താൻ ചെയ്ത ശപഥമാണെന്ന് അറിയുമ്പോൾ ശുദ്ധനായ ആ വൃദ്ധൻ കരഞ്ഞുപോകുന്നു. പ്രായം ചിത്തം ചെയ്യാൻ ആ വൃദ്ധൻ ബന്ധപ്പെടുന്നു. പഞ്ചുമേനോനിൽ സംഭവിക്കുന്ന ഈ മാറ്റത്തിന് സന്ദർഭമൊരുക്കുന്നത് സ്വാതന്ത്ര്യ ബോധമാർന്ന പുതിയ തലമുറയുടെ സമ്മർദ്ദമാണ്. ഇംഗ്ലീഷ് പഠിച്ച ഇന്ദുലേഖയാണ് അതിന് നേതൃത്വം നൽകുന്നത്. സാമൂഹിക ആചാരപ്രകാരം തനിക്ക് സംബന്ധമായി വന്ന സൂര്യ നമ്പൂതിരിയോട് അവർ തുറന്നു പറയുന്നു, ഈ ജന്മം അങ്ങയുടെ ഭാര്യയായിരിക്കാൻ എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അതിന് നിവർത്തിയില്ല. അങ്ങ് ഇനി മേലിൽ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങയെ കാണുകയില്ല. നാട്യങ്ങളില്ലാതെ നേരെ കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതം ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യ ബോധത്തിന്റെ സൃഷ്ടിയാണ്. തറവാട്ട് കാരണവരുടെ ഇംഗിതം വകവെക്കാതെ ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ മാധവൻ തീരുമാനിക്കുന്നതും ഈ അറിവിന്റെ സദ്ബലമാണ്. രണ്ട് തലമുറകളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്ദുലേഖയിൽ ദൃശ്യമാകുന്നത്. ജീർണത ബാധിച്ച പഴയ തലമുറയുടെ സങ്കല്പങ്ങൾ തിരുത്തപ്പെടുന്നു. പുതിയ ഒരു ജീവിത അന്തരീക്ഷം സംജാതമാകുന്നു.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഗുണഭോക്താവായിരുന്ന ചന്തുമേനോൻ ബോധപൂർവം അതിന്റെ മഹത്വം ഉപയോഗിക്കുകയായിരുന്നു. വിദ്യാഭ്യാസമുള്ളവരുടെ സ്വതന്ത്ര ബുദ്ധിയും ആർജവശീലവും ആകർഷകമാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയ മണ്ഡലം പുരോഗതിയിലെ നൂതന പാതയാകുന്നു. നവീകൃതമാകുന്ന സാമൂഹിക വ്യവസ്ഥയുടെ ചൈതന്യം വർഗപ്രാധാന്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന ഇന്ദുലേഖ എക്കാലത്തെയും ലക്ഷണമൊത്ത സാമൂഹ്യ നോവലാണ്.